നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. കളി തുടങ്ങി 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഹോം ടീമിൻ്റെ ആരാധകർ പുറത്തേക്ക് പോകുന്ന, സ്റ്റേഡിയം വിട്ട് പുറത്തു പോകുന്ന കാഴ്ച അതത്ര സുപരിചിതമായിട്ടുള്ള ഒന്നല്ല ഫുട്ബോളിൽ. പക്ഷേ ഇന്നലെ നമ്മൾ അതും കാണുകയുണ്ടായി. ആഴ്സണലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ ആരാധകർ 15 മിനിറ്റ് ആകുമ്പോഴേക്കും സ്റ്റേഡിയം വിട്ട് പോയി തുടങ്ങുന്ന കാഴ്ച. കാരണം 15 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ ആഴ്സണൽ നേടിക്കഴിഞ്ഞിരുന്നു. 6 ഗോളുകളാണ് ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ പ്രീമിയർ ലീഗിൽ ഇന്നലെ ആഴ്സണൽ നേടിയിരിക്കുന്നത്. കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം 5-ാമത്തെ മിനിറ്റിൽ തന്നെ ഒഡേഗാർഡ് അവർക്ക് വേണ്ടി ഗോൾ അടിച്ചു തുടങ്ങി. 13-ാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വരുമ്പോൾ 2-0 ലീഡ്. 15-ാമത്തെ മിനിറ്റിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെ ഗോള്. 15 മിനിറ്റ് ആകുമ്പോഴേക്കും 3 ഗോളുകളായി. പിന്നെ എന്ത് പ്രതീക്ഷിക്കാനാണ്? അതുകൊണ്ടാണ് ഷെഫീൽഡിൻ്റെ ആരാധകരെ ചിലരെങ്കിലും സ്റ്റേഡിയം വിട്ട് പോവാൻ തുടങ്ങിയത്. കളിയുടെ 25-ാമത്തെ മിനിറ്റിൽ ഹവേർട്സിൻ്റെ ഗോൾ കൂടി വന്നു. 39-ാമത്തെ മിനിറ്റിൽ റൈസിൻ്റെ ഗോൾ വന്നപ്പോൾ ഏകപക്ഷീയമായ 5 ഗോളുകളുടെ ലീഡുമായിട്ടാണ് ആഴ്സണൽ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത്. 2-ാം പകുതിയിൽ വൈറ്റ് 58-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ ഗോൾ പട്ടിക പൂർത്തിയായി. ഏകപക്ഷീയമായ 6 ഗോളുകളുടെ വിജയം. ഇപ്പോൾ നോക്കുക, പ്രീമിയർ ലീഗിലെ കിരീടപ്പോര് പതിവ് പോലെ കനക്കുകയാണ്. ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് 1-ാം സ്ഥാനക്കാരും 2-ാം സ്ഥാനക്കാരും തമ്മിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് 1 പോയിന്റിൻ്റെ കുറവിലാണ് 3-ാം സ്ഥാനക്കാർ നിൽക്കുന്നത്. ലിവർപൂൾ 27 കളികൾ 63 പോയിന്റോടെ 1-ാം സ്ഥാനത്താണെങ്കിൽ 27 കളികളിൽ നിന്ന് 62 പോയിന്റോടെ മാഞ്ചസ്റ്റർ സിറ്റി 2-ാമത്, 27 കളികളിൽ നിന്ന് 61 പോയിന്റോടെ ആഴ്സണൽ 3-ാമത്. ഇത്തവണ കിരീട പോരാട്ടം വളരെ വലിയ രൂപത്തിൽ കനക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ്. ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ മാർച്ച് 10-ന് ഏറ്റുമുട്ടുന്നുണ്ട്. അന്ന് ആരായിരിക്കും മുന്നോട്ട് പോവുക? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സിൽ എത്താം.